ആൾക്കാരുടെ റെസ്പോൺസസ് ഒക്കെ അറിയാൻ വെയിറ്റിംഗാണ്. ഇപ്പോഴത്തെ ഷോയിലെ റെസ്പോൺസിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇന്നത്തെ ബാക്കി ഷോസൊക്കെ കഴിയട്ടെ, അപ്പോഴല്ലേ നമുക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ടീമിലെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ജനറൽ ഓഡിയൻസസ് കാണുന്നത്. എനിക്ക് പേഴ്സണലി ഷാഹിദ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര ഞാൻ പാവമായിട്ടുള്ള സിനിമയിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഓപ്പർനെസ് ഉണ്ട്. പക്ഷേ ഷാഹിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സന്തോഷം. താങ്ക് യു, സന്തോഷം. യുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലാണ്. ഗംഭീര സിനിമയാണ്, എല്ലാ രീതിയിലും നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. ദിലീഷും റോഷനും നല്ല മ്യൂസിക്കാണ്. മനുഷ്യൻ്റെ ക്യാമറ അടിപൊളി, ബെസ്റ്റ് ക്യാമറ വർക്കാണ്. എല്ലാം കൊണ്ടും ഒരു 100% ഗുഡ്, വെരി ഗുഡ്. അവിടെ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ പോലെ അവസാനം നമ്മളൊരു അസ്വസ്ഥമാക്കുന്ന ഒരു ഇതാട്ടോ. അവസാനത്തെ ഒരു സീനെ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഫീലിംഗ് സീനാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഉഗ്രം പടം. ഇലവിഴ പൂഞ്ചിറ പോലെ തന്നെ പുള്ളി നന്നായിട്ടൊരു പടം എടുത്തിട്ടുണ്ട്. നല്ലൊരു മനസ്സിൽ വലിക്കുന്ന നല്ലൊരു ഉഗ്രം പടം, അടിപൊളി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പടമാണ്. ഒരു തരത്തിലും ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തല്ല. പിന്നെ ദിലീഷ് ബോധൻ്റെയും റോഷൻ മാത്തിൻ്റെ ഒക്കെ പെർഫോമൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ദിലീഷ് ബോധൻ്റെ മറ്റേ ശരിക്കും പറയുന്ന ഒരു കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. എന്തായാലും ഒരു റിയൽ ലൈഫ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സ്റ്റോറിയായിട്ട് തോന്നുന്നു. അത് ഷാഹി കബീർ എന്ന രണ്ടാമത്തെ എന്താ പറയുക അഞ്ചാമത്തെ ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഓഫീസിന് ശേഷം. അതുകൊണ്ട് നല്ല മൂവി ഇതാണ്. നിങ്ങളത് കാണണം, അത് എങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഗംഭീര മൂവിയാണ്. അവസാനം എന്ന് പറയുന്ന വേറെ ഒരു മൂഡിൽ നിൽക്കുകയാണ്. പോലീസിൻ്റെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ, റൈറ്റർ, ഡയറക്ടർ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഹിബ് ഗംഭീര സിനിമയാണ്. നമുക്ക് പോലീസിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞു. ഉണ്ടെങ്കിലും പോലീസുകാരുടെ റിയൽ ലൈഫ് തിയേറ്ററിൽ കണ്ടേക്കുന്നത് വളരെ കുറച്ച് ഫിലിംസേ ഉള്ളൂ. അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവർക്കും കുടുംബങ്ങളുണ്ട്, അവർക്ക് ലൈഫുണ്ട് എന്നാണ് പടം പറഞ്ഞു പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ദിലീഷ് പോത്തനും റോഷനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തിയേറ്റർ വാച്ചിങ് മൂവി തന്നെയാണ്. പോലീസിനോട് ഇമോഷൻസ് ആണ്, അപ്പോൾ അത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. പോലീസിനോട് ഭയങ്കരമായ സ്നേഹവും റെസ്പെക്റ്റും സങ്കടവും ഒക്കെ തോന്നും. ഗംഭീര സിനിമ. ദിലീഷ് പോത്തൻ ബെസ്റ്റ് പെർഫോമൻസ്, അടിപൊളി. രണ്ടുപേരും രണ്ട് നായകന്മാരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് തോന്നുന്നത് ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റാണ്. ശരിക്കും ഇമോഷണലി ടച്ച് ചെയ്താണ് എൻഡ് ചെയ്യുന്നത് ഈ സ്റ്റോറി. അടിപൊളി. റോഷൻ മാത്യു വാശിക്കാണ്. അവർ രണ്ടുപേരും വാശിക്കാണ്. അതിൽ ആരാണ് പെട്ടെന്ന് പറയുന്നത്? രണ്ടുപേരും വാശിക്കാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റാണ് ഇവരിതിനു മുമ്പ് പല പടങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ ഈ സ്ക്രിപ്റ്റ് ശരിക്കും ഇവര് ഭയങ്കരമായിട്ട് എലിവേറ്റ് പണിക്കറിന്റെ പോലെ ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യുന്നു. പഴയ രഞ്ജി പണിക്കറിന്റെ ആ ഒരു ഡയലോഗ് കൊണ്ടുള്ള കളിയല്ല, ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. കൂടുതൽ പേരും ഈ ഷാഹി കബീർ എന്നുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡയറക്ടറുടെ അദ്ദേഹത്തിന്റെ പേര് കണ്ടിട്ടാണ് വരുന്നത്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത പോലെ അതിശക്തമായ ഒരു പോലീസ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് പോലീസുകാർ എങ്ങനെയാണ് ഇടപെടുന്നതെന്നും പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫും തമ്മിലുള്ള ആ ഒരു കണക്ഷനും അതിഗംഭീരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ വന്നു പോയിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അങ്ങനെ സിനിമാറ്റിക് ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ. പിന്നെ എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ്റെ ഗംഭീരമായ പെർഫോമൻസ് ആണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഡയറക്ടർ ദിലീഷ് പോത്തൻ ബ്രില്യൻസി എന്ന് മാറി ഒരു ആക്ടിങ്ങിൽ ദിലീഷ് പോത്തൻ ബ്രില്യൻസി ഇപ്പോൾ നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ അത് വളരെ എഫിഷ്യൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീര റോഷൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ജസ്റ്റ് ജോയിൻ ആയിട്ടുള്ള ഒരു ഫ്രഷറായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ആ ഒരു ഭാവങ്ങളും അതൊക്കെ
അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ഷാഹി കബീറിൻ്റെ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. എനിക്ക് കാണുമ്പോഴേ എല്ലാം കൂടിയിട്ട് ഒത്തുചേർന്ന് വന്നപ്പോൾ ഗംഭീര പടം. പ്ലീസ് കാണുക. ഗോ ടു തിയേറ്റേഴ്സ് നിയർ യു ആൻഡ് പ്ലീസ് ടു വാച്ച്. താങ്ക് യു. ഞാൻ പഠിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല എക്സ്പീരിയൻസ്.